ഉമർ മൗലവി എഴുതിയ കാര്യം എന്തേ ഈ ഒരു മറുപടി പറയുന്ന വിഷയത്തിൽ അവർ തൊടാൻ വേണ്ടി അതിന് സമയം ചെലവഴിച്ചില്ല? നമ്മൾ ശരിക്കും ഗൗരവത്തിൽ ആലോചിക്കണം. ഉമർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരിലേക്ക് ചേർത്തുകൊണ്ട് അവർക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ല എന്ന് പറയാൻ എന്തേ അനസ് മൗലവിയെ പോലെയുള്ള ആളുകൾ ധൈര്യം കാണിക്കാത്തത്? ആ വിഷയം നമ്മൾ ആലോചിക്കേണ്ടേ. എന്താണ് ഉമർ മൗലവി പറഞ്ഞത്? ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചു തേടാൻ എന്തൊരു തെളിവാണ്, എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് പറഞ്ഞ് യാ ഇബാദല്ലാ എന്ന് പറയുന്ന ഹദീസ് സൽസബീലിൽ അത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്നാണ്. എന്തേ ഇസ്ലാഹ് മാസികയിൽ വന്ന ആ ഒരു ഉദ്ധരണി അതിൽ ശിർക്കുണ്ട് എന്ന് ഗവേഷണം നടത്തിയിട്ടുള്ള ഈ മുസ്ലിയാക്കന്മാർക്ക് സൽസബീലിലെ ഈ ഒരു വരികൾ അതിൽ ശിർക്കുണ്ട് എന്ന് പറയാനുള്ള ആർജവം എന്തേ അനസ് മുസ്ലിയാർ കാണിക്കാത്തത്? എന്താണ് കേരള നെതുവത്തിൽ മുജാഹിദീനിൻ്റെ അമരത്തിരിക്കുന്ന ആളുകൾ അത് കാണിക്കാത്തത്? എല്ലാ ആളുകളും പാവപ്പെട്ട ആ തുറക്കൽ ജബ്ബാർ മൗലവി റഹിമഹുള്ളയെ അദ്ദേഹത്തിൻ്റെ മേൽ ശിർക്കാരോപിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മുന്നോട്ട് വരുന്നത് എന്ന ചില ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. കേരള നെതുവത്തിൽ മുജാഹിദീനിൻ്റെ പത്രം, അല്ലെങ്കിൽ നമുക്കറിയാലോ സുപരിചിതമാണ് വിചിന്തനം. ആ വിചിന്തനത്തിലൊക്കെ ഇന്നും എഴുതുന്ന ചില ആളുകൾ ഉമർ മൗലവിക്ക് തൗഹീദിൻ്റെ വിഷയത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആളുകൾക്കൊക്കെ, അതായത് ഉമർ മൗലവിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് തൗഹീദിൻ്റെ വിഷയത്തിൽ എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്നും KNM സ്ഥാനമുണ്ട്. എന്തേ? നമ്മളുടെ സംഘടനയിൽ അംഗമായി കഴിഞ്ഞാൽ മതി. കേരള നെതുവത്തിൽ മുജാഹിദീനിൽ അംഗമായാൽ എന്തും പറയാം, എന്തും വിശ്വസിക്കാം, എന്തും പ്രചരിപ്പിക്കാം. ആ രൂപത്തിലുള്ള പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അനസ് മുസ്ലിയാർ അന്ന് സംസാരിച്ച ഒരു പ്രയോഗമുണ്ട്. ഒരു ഇലാസ്റ്റിക് മതമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന്, എവിടേക്ക് വേണമെങ്കിലും വലിക്കാം ആദർശമെന്ന്. അതേ രൂപത്തിലുള്ള ഒരു ഇലാസ്റ്റിക് മതമായിക്കൊണ്ട് KNM മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്.